വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ചെറിയ വീഡിയോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അല്ലൂട്ടൻ നല്ല വാശിയിലാണ്. അല്ലൂട്ടന് ഇപ്പൊ എപ്പോഴും വാശിയില്ല. ഒരു സ്ഥലത്തേക്ക് എന്താ പ്രശ്നം അല്ലുമോളെ? എന്താ പ്രശ്നം? അല്ലൂന് ഈ ഫോൺ കിട്ടണം. ഫോൺ കിട്ടാൻ വേണ്ടിട്ട് വാശി പിടിച്ചോണ്ടേയിരിക്കുകയാണ്. അല്ലൂട്ടൻ ഇപ്പൊ നല്ല സാമർത്ഥ്യത്തോടെ ഇരുന്ന കുട്ടിക്ക് കണ്ട ഭ്രാന്തളകും. കുട്ടി ഇങ്ങനെ ബാധം കൂടി കേറും. എന്താ അച്ഛനെ നല്ല പറയാനുണ്ടോ? അച്ഛന്റെ സ്വത്ത് ഏതാ? അച്ഛന്റെ സ്വത്ത് എടാ, ഞാൻ കാര്യമൊന്നും പറയാൻ സമ്മതിക്കും. ഹേ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കുറച്ച് കാര്യം നമ്മൾ വീണ്ടും പൊടി തട്ടി എടുക്കുക കേട്ടോ. പണ്ടാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫോട്ടോഷൂട്ടിനൊക്കെ പോവും, വീഡിയോസ് എടുക്കും. അങ്ങനെയായിരുന്നു നമ്മളെ പണ്ടത്തെ ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളായി, പ്രാരബ്ധമായി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമയമില്ലാണ്ടായി. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ വീട്ടിലിരിക്കും തന്നെ. പക്ഷേങ്കിൽ വീണ്ടും നമ്മൾ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്കിതായി ഒരു ബ്രൈഡിൻ്റെ ഷൂട്ട് വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ പ്രജിത ചേച്ചിയുടെ അടുത്ത് പോകാം കേട്ടോ. ദേവൂസ് ബ്രൈഡൽസിലെ ചേച്ചിയുടെ അടുത്താണ് ഞാൻ മേക്കപ്പിന് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ സാരിയൊക്കെ കൊണ്ടു കൊടുക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ചേച്ചിക്ക് നേരത്തെ സാരി ഡ്രാപ്പൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക, ഞാൻ ഷൂട്ട് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മേക്കപ്പ്. ഒരു വിഷുവിൻ്റെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഫസ്റ്റ് ഒരു ഗൗൺ, ഒരു മെറൂൺ ഗൗണിലൊരു ഷൂട്ട് ചെയ്തത്. ഇത് രണ്ടും അടിപൊളി മേക്കപ്പ് ആട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടപ്പോൾ എന്നോട് ഒത്തിരി പേര് പറഞ്ഞതാണ്. അപ്പം ഞാൻ മിക്കത് ഞാൻ ചേച്ചിയുടെ ഒഴിവ് നോക്കിയിട്ട് ഞാൻ ഷൂട്ട് എടുക്കാറുള്ളൂ. ഞാൻ എന്താ തിങ്കളാഴ്ചയാണ് ഞാൻ ഷൂട്ട് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോവാണ് സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ. പിന്നെ ജസ്റ്റ് ഒരു ട്രയൽ നോക്കാനും ഹെയറും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, കുറച്ച് മോഡേൺ ലുക്ക് കൊടുക്കണോ അല്ലെങ്കിൽ പക്ക ട്രഡീഷണൽ മതി എന്നൊക്കെ ആലോചിക്കാനായിട്ട് ചേച്ചിയുടെ അടുത്ത് പോകണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അഗാറിൻ്റെ റിജൻസി മൾട്ടി കുക്ക് കെറ്റിലാണ്. 600 വാട്ടിൽ പ്രവർത്തിക്കുന്ന കെറ്റിലാണ്. വാരിയബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോളുണ്ട്. ഇതിൻ്റെ ഇന്നർ ബോട്ടിൽ 1.0 ലിറ്റർ കേപ്പബിൾ ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. മാത്രമല്ല വിത്ത് സ്റ്റീമറോട് കൂടിയിട്ടുള്ളൊരു കെറ്റിലാട്ടോ ഇത്. നമുക്കിതിൽ വേവിച്ചെടുക്കാം, ചായ ഉണ്ടാക്കാം, കോഫി ഉണ്ടാക്കാം, എഗ്ഗ് ബോയിൽ ചെയ്യാം, വെജിറ്റബിൾ ബോയിൽ ചെയ്യാം. അങ്ങനെ ഒത്തിരി കാര്യം നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്റ്റീമർ. ഇതിലാണ് നമ്മൾ എന്തെങ്കിലും വേവിക്കാനൊക്കെ ഉണ്ടെങ്കിൽ, മീൻസ് വെജിറ്റബിൾസ് ഒക്കെ വേവിക്കാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അറ്റ് എ ടൈം നമുക്ക് ചായ, കാപ്പി അല്ലെങ്കിൽ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്യാം. ആ ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. ഇതിനൊപ്പം എന്താട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്രിൽ റാക്ക്, അതേപോലെ തന്നെ എഗ് ബോയിലിംഗ് റാക്ക്. ഇത് എക്സ്പെഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മളെ ഹൗസ്ലേഴ്സിനാട്ടോ. അവർക്കൊക്കെ ആണെങ്കിൽ എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, മുട്ട ഉണ്ടാക്കാനോ മാഗി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ വേവിക്കാനൊക്കെ, ചായ ഉണ്ടാക്കാനോ ഒക്കെ യൂസ്ഫുൾ ആണ്. അപ്പം ഞാൻ അതിൻ്റെ ചെറിയൊരു ഡെമോ വീഡിയോ കാണിക്കാം. ഞാൻ എന്താ അറ്റ് എ ടൈം 2 കാര്യങ്ങളാണ് ചെയ്യാൻ പോണത്. ഞാൻ മാഗി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് വേവിക്കാൻ പോവാണ് നമ്മുടെ കുട്ടന്മാർക്ക് വേണ്ടിയിട്ട്. മാഗി അടിയിലേക്ക് എടുത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എന്താ ഒന്ന് മാറ്റിയിട്ട് ഞാൻ നമ്മുടെ പൗഡർ ഇട്ട് കൊടുക്കാൻ പോവാണ്, മസാല ഇട്ട് കൊടുക്കാൻ പോവാണ്, മാഗി മസാല. അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മുടെ സ്റ്റീമർ കയറ്റി വെക്കുന്നുണ്ട്. കുറച്ചും കൂടി വെവാവാനുണ്ട്. നമ്മുടെ മാഗിയും അതേപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇതേ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് വെന്തോ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി മാഗിയുടെ കാര്യം നോക്കാം. മാഗി ആയാലും എന്താ പറയുക, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി നിൽക്കുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഗ്യാസ് സ്റ്റവ് സംഭവങ്ങളൊന്നും ആവശ്യമൊന്നും വരില്ല. ഇത് ക്ലീൻ ആക്കാനും വളരെ എളുപ്പമാണ്. ഒരു ടബിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എല്ലാം കൊടുത്തുട്ടാ.
അപ്പോൾ ചേച്ചി ആ സാരിയും അതേപോലെ തന്നെ ഓർണമെൻറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർണമെൻറ്റ്സ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അവളുടെ ഒരു റെൻ്റൽ ജ്വല്ലറി പുതിയ തുടങ്ങിയിട്ടുള്ളതാണ്, വെഡ്ഡിങ് യൂണീക്ക് എന്ന് പറഞ്ഞിട്ട് ഇരിഞ്ഞാലക്കുടയിൽ. അപ്പോൾ ഇതാ ചേച്ചി സാരിയൊക്കെ ചെക്ക് ചെയ്യുകയാണ്. സാരി ഞാൻ എടുത്തിട്ടുള്ളത് പാഞ്ചാലി വസ്ത്രം എന്നാണ്, നമ്മൾ മീത്തേട്ടൻ്റെയും മീരി ചേച്ചിയുടെയൊക്കെ പേജിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ചേച്ചി എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്കൊരു ഐഡിയ ഉണ്ട്, എന്നെ കിട്ടി 2-3 പ്രാവശ്യം വർക്ക് ചെയ്തുകൊണ്ട് ചേച്ചിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. എന്നാലും ചേച്ചി ബ്രൈഡ് ആകുമ്പോൾ ചേച്ചി കുറച്ചും കൂടി കോൺഷ്യസ് ആണ്, ഏത് ടൈപ്പ് വേണം, പുതിയത് എന്തെങ്കിലും പിടിക്കണം എന്നൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും ചേച്ചി പറഞ്ഞു അടിപൊളിയല്ല, ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണത്തിന് വേറെ ഗോൾഡ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഒരു ദിവസം യൂസ് ചെയ്യുന്നത് മാത്രം മതിയെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഷൂട്ടപ്പോൾ തിങ്കളാഴ്ചയാണ്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ ത്രെഡ് ചെയ്തു, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എനിക്ക് അപ്പം തന്നെ ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു സ്കിൻ വെച്ചിട്ട് ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്, ഞാനും സെൻസിറ്റീവാണ്, എൻ്റെ സ്കിന്നും സെൻസിറ്റീവാണ്. ഞാൻ പെട്ടെന്ന് ചോക്കും, അതേപോലെ തന്നെ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കളുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ തടിച്ചു പോന്നു. അപ്പോൾ എൻ്റെ സ്കിന്നിനെ കുറിച്ച് ചേച്ചി നന്നായിട്ട് അറിയാം. അപ്പോൾ 2 ദിവസം മുന്നേ തന്നെ ചേച്ചി എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ആണെങ്കിൽ ത്രെഡൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളായി. ഇവിടേക്ക് എപ്പോഴെങ്കിലും വരുമ്പോഴാണ് ഞാൻ ചെയ്യാറ്. നിഖിൽ ചേട്ടനാണ് എൻ്റെ ഓൾ ഇൻ ഓൾ, എനിക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നത്. അപ്പോൾ ഒരു ഷൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നതും അതിൻ്റേതായ ആവശ്യങ്ങൾ ഇനി ഇങ്ങനെ മടി പിടിച്ചിരിക്കില്ലേ, അതും കൂടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പക്കയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൂടുതൽ എന്താ പറയുക മോട്ടീവ് ചെയ്ത് നമ്മുടെ നിഖിലേട്ടനാണ്. പിന്നെ എൻ്റെ ത്രെഡയിൽ കുറച്ച് ഒരു 1.5-3 മണിക്കൂറോളം പിടിക്കും, വേറെ ഒന്നല്ല. എൻ്റെ പിരികത്തിനാണെങ്കിൽ ഭയങ്കര കട്ടിയാണ്, അതുകൊണ്ട് എന്നെ എടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര വേദന എടുക്കും. അപ്പം നിർത്തിയാണ് ഇടിപ്പിക്കാറുള്ളത്. നല്ല രസമുണ്ട്, സൂപ്പർ അല്ലേ? രസമുണ്ടല്ലേ? നമുക്ക് വേണമെങ്കിലേ ഈ ഫ്ലവർ വന്നിട്ടേ ഇങ്ങനെ ഇരുന്നാൽ മതി, കുറച്ച് മാത്രം മാത്രം അങ്ങനെ ചെയ്യാം നമുക്ക്. അത് വേണമെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കൊല്ലത്തോളമായിട്ട് ഈ ബ്രൈഡിൻ്റെ ഒക്കെ ഒരു ഷൂട്ട് ചെയ്തിട്ട്, ഇതിൻ്റെ ഇടയിൽ ഞാനൊരു മേക്കപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കാശിക്കുട്ടിൻ്റെയും നമ്മുടെ അല്ലൂസിൻ്റെ അനൂസിൻ്റെ പിറന്നാളിലാണ്. അത് വീട്ടിൽ വന്നിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായില്ല. കാരണം പിള്ളേർ നമ്മൾ വീട്ടിലുള്ളവർ നോക്കുമല്ലോ, അച്ഛനും അമ്മയും ഇവിടുന്ന് അമ്മയൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് പേടിയുണ്ട്, ഇവരെയും കൊണ്ട് എങ്ങനെ മേക്കപ്പിനൊക്കെ വരുന്നൊക്കെ. അപ്പോൾ ഞങ്ങളത് നേരത്തെ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ ഫ്ലവറൊക്കെ ഞങ്ങൾ ആലോചിക്കുമായിരുന്നു, ഫ്ലവർ മുല്ലപ്പൂ വെക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രൈ ചെയ്യണോ. അപ്പോൾ ചേച്ചിരിക്കലുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഇതൊക്കെ നൈസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരു 3 സ്റ്റെപ്പ് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സർപ്രൈസാണ് കേട്ടോ, അതൊക്കെ അന്നത്തെ ദിവസം ഷൂട്ടിൻ്റെ വീഡിയോസിൽ ഞാൻ ഇടുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരാളെ കൊണ്ടേ വന്നിട്ടുള്ളൂ, ഒരാളെ കൊണ്ട് വന്നപ്പോൾ തന്നെ സന്തോഷമായി. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും പിടിച്ച് വലിച്ചിടായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര കുറുമ്പായി തുടങ്ങിയിട്ടുണ്ട്, വളരും തോറും അല്ലൂസ് ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ ഫോട്ടോ എടുക്കുമായിരുന്നു, കാലുമരിക്ക് ചെല്ലു. അല്ലു മോനെ, അല്ലു പിന്നെ ഞങ്ങൾ വിചാരിച്ചത് പക്കാ ട്രഡീഷണൽ കൊടുക്കാണ്ട് എൻ്റെ ഒരു ഫേസൊക്കെ വെച്ചിട്ട് കുറച്ച് വെസ്റ്റേൺ നല്ല കുറച്ച് മോഡേൺ ആയിട്ടുള്ളൊരു ലുക്ക് പിടിക്കാം, ഭയങ്കര ട്രഡീഷണൽ ആക്കണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേങ്കിൽ നമുക്ക് അന്നിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്ത് വരുന്നത് ചേച്ചി പറഞ്ഞു, അന്നിപ്പോൾ എങ്ങനെയാണ് ചെയ്ത് വന്നിട്ട് ഏതാണ് ഭംഗി നമുക്ക് അത് ഫിക്സ് ആക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതാ ഞാൻ ഇറങ്ങാണ് കേട്ടോ, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് എനിക്ക് അന്നത്തെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് കയറണം, നമ്മുടെ കഴിമ്പുറത്ത് കയറണം. അവിടെ എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്, എൻ്റെ മേമയുടെ മോൻ വന്നിട്ടുണ്ട്, അവനൊക്കെ കാണണം. അവൻ എനിക്ക് എന്തോ കൊണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു 5 കിലോ നെല്ലിപ്പുളിയൊക്കെ അവൻ വീട്ടിൽ നിന്ന് പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കുള്ള ജ്വല്ലറി ഷൂട്ടാ.
അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്, പാർലറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ചേച്ചി പൂവ് നമുക്ക് അന്നത്തെ ദിവസം ഷൂട്ടിന് അന്ന് വെക്കേണ്ട പൂവൊക്കെ ഞങ്ങള് ഡിസൈഡ് ചെയ്യായിരുന്നു. അത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇതുവരെ ഒരു ഷൂട്ട് ചെയ്തിട്ടും ഇതേപോലെ ഒരു കൺഫ്യൂഷൻ ആയില്ല. കാരണം ചേച്ചി അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. പോലെ വേണ്ടി ഗൈസ് തൊട്ടോട്ടെ, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചേച്ചിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ചേച്ചി. അപ്പൊ ഇങ്ങനെ കുറെ ആലോചിച്ചിട്ട് മറ്റേ ജിപ്സും അതേപോലെ തന്നെ മറ്റേ ഒരു സൂര്യകാന്തിയുടെ ഒക്കെ പോലത്തെ കളർ ചേഞ്ച് ചെയ്യില്ലേ, ഇങ്ങനെ ഒരു പിങ്ക് വയലറ്റ് ഒക്കെ വരില്ലേ, അപ്പൊ അത് വെച്ച് ജിപ്സം തന്നെയല്ലേ പറയാ, ഒരു വെള്ളം മുത്ത് പോലത്തെ ഉള്ള സംഭവത്തിനാണ് ചേച്ചി പറഞ്ഞത് കേട്ടത്. അതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറയാം. അപ്പൊ നമ്മളിപ്പത്തെ പ്രയർക്ക് പോവാണ്. അവിടെയാണ് കുറച്ചുകൂടി വലിയൊരു ഷോപ്പുള്ളത്, പൂക്കടയുടെ. പിന്നെ അല്ലാതെ സാധനം ഒന്ന് നോക്കാനുണ്ട്. ഇനി വരുന്ന വഴിയിൽ വേണം നമ്മുടെ അമ്മാമ്മനെ കാണാനായിട്ട്. അമ്മാമ്മനെ കണ്ടില്ലെങ്കിൽ അമ്മാമ്മക്ക് സങ്കടാവും. വർത്തരം പറയുന്നുണ്ട്. വൈറ്റ് പൂവിന് പകരം ഏതെങ്കിലും ഒരു പിങ്ക് വേണം, പിങ്ക് ഷെയ്ഡുള്ള പൂ. അപ്പോൾ നമ്മൾ ജിപ്സം വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ തന്നെ ഈ ജറബറയിൽ ഒരു മീഡിയം സൈസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് വെക്കാമല്ലോ. പക്ഷേ എങ്കിൽ അപ്പോൾ അവർ പറഞ്ഞു ഈ ജറബറ എന്ന് പറയുന്നത് സൂര്യകാന്തി പോലത്തുള്ള ഒരു സംഭവം കേട്ടോ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടും. അപ്പോൾ ഇങ്ങനെ സ്റ്റിഫായിട്ട് ഇരിക്കില്ല എന്നാണ് അവർ പറയുക. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂഷനിലായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മളടുത്ത് കുറച്ച് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ജിപ്സ് എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. തൃപ്പയാർ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണ്. ഇത് നൈസാണ്, ബൊക്കകളും. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഇവിടെ എന്താ പറയുക, ഭയങ്കര ബിസിനസ്സാണ് ഇവിടെ. നമ്മൾ പറഞ്ഞ രീതിക്കൊക്കെ ഇവർ കെട്ടിത്തരും, അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഞാൻ അരളി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അരളി ഇപ്പോൾ വരുന്നുണ്ടോ ഇല്ലോന്നൊന്നും അറിയാൻ പറ്റില്ല, കാരണം അന്നത്തെ ആ ഒരു കേസ് കഴിഞ്ഞ പിന്നെ. അപ്പോൾ അരളി അവർ വരുന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്നത്തെ ദിവസം അതും കുറച്ച് വാങ്ങിക്കാമെന്ന് ചോദിച്ചു. കാരണം എൻ്റെ സാരിയുടെ കളർ ഒരു യെല്ലോ പിങ്ക് കൂടിയിട്ടുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കെട്ടണ ഒരു ചേട്ടനോട് കുറച്ച് റിബൺ റോസൊക്കെ വെച്ച് കെട്ടിത്തരാമെന്ന് ചോദിച്ചപ്പോൾ അയ്യോ അത് പറ്റില്ല എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് എന്നോട്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ അമ്മമ്മ ചായ വയ്ക്കാൻ പോവാണ് കേട്ടോ. അമ്മ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അമ്മമ്മ എന്നോട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വരുന്ന വിവരമൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞു, ഇവിടെ പാല് കുറവായിരിക്കില്ലേ, പാല് നിങ്ങൾ വരുമ്പോഴല്ലേ കൂടുതൽ വാങ്ങിച്ചു വെക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയാണ്. പിന്നെ അയ്യോ ഗൈസ്, പെട്ടെന്ന് ശ്വാസം വിട്ടത് ആ ഒരു സൗണ്ട് എടുത്ത്. പിന്നെ ചിപ്സ് ഒന്നും ഇരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കേക്ക് വാങ്ങിച്ചിട്ട് ബാക്കിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ അതൊന്നും സാരില്ല, എന്തായാലും മതി എന്ന് പറയായിരുന്നു. കൊണ്ടുവാടയൊന്ന് കാണട്ടെ. ഞാനത് വില കടക്കാരെ കൊണ്ട് പറ്റുകൊടുത്തില്ലേ നിനക്ക്? അല്ല ശരിയല്ല, ഞാൻ പറഞ്ഞു കടയിലൊക്കെ കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി കൊടുത്ത് സ്കൂളിന്റെ അടുത്തുള്ള കൊടുത്തില്ല. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ നെല്ലിപ്പുളി എന്ന് പറയും, അരിപ്പുളി എന്നൊക്കെ പറയും. ഈ സംഭവം മേമയുടെ അവിടെയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. മേമ പറയാൻ മരത്തിന് പ്രാന്ത് പിടിച്ച പോലെയുള്ള കായ്ക്കാന്ന് പറയും. ഇത് ആദ്യമൊക്കെ 1-2 കിട്ടിയപ്പോൾ ഒക്കെ ഭയങ്കര എന്താ പറയുക അപൂർവം കൗതുകമൊക്കെ ആയിരുന്നു. ഇപ്പം നമുക്കിത് കുറേ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഓക്കെ വലിയൊരു ഇത് തോന്നണില്ല കേട്ടോ. അത്രേ. അപ്പോൾ അവിടെ ഒരു ഒറ്റയ്ക്കാണല്ലോ, അമ്മയുടെ കൂടെയൊക്കെ അല്ല. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെയാണ് എടുത്തുകൊണ്ട് പോകണം. നമ്മൾ അങ്ങനെയുള്ള കൈസ് കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായാലും നമ്മൾ കൊണ്ടുപോകും. പ്രധാനമായിട്ട് നാളികേരട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.